വൃന്ദാവൻ റിയൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വാഗമണിലാണ്. ഇവിടെ എല്ലാ വിനോദസഞ്ചാരികളും കാണുന്ന കുറേ യൂഷ്വലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ്, മൊട്ടക്കുന്നുകൾ, തങ്ങളുപാറ, കുരിശുമല ഇവയൊക്കെയാണ്. എന്നാൽ ഇവയൊന്നുമല്ലാത്ത എന്നാൽ പ്രകൃതി സൗന്ദര്യം ധാരാളമുള്ള ഒരുപാട് സ്ഥലങ്ങൾ വാഗമണിലുണ്ട്. അവിടെയൊക്കെ നമ്മുടെ വാഹനങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ റോഡുകളെല്ലാം തന്നെ ഓഫ് റോഡുകളാണ്. ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ജീപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നമ്മൾ വാഗമണ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രക്കിംഗ് ജീപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മളൊരു ട്രക്കിംഗ് ജീപ്പ് നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പാക്കേജാണ്. ഇത് ഉള്ളിലുള്ള ഓഫ് റോഡ് വഴി ചെന്ന് എത്താൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതൊരു 4-5 സ്ഥലങ്ങളാണ് അവർ സ്ഥിരമായി കൊണ്ടുപോകുന്നത്. ഒന്നെന്ന് പറയുന്നത് വാഗമണിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഉളുപ്പുണിയിലുള്ള ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. അതാണ് നമ്മൾ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചെക്ക് ഡാമാണ്. നമ്മുടെ ഇടുക്കിയിലെ ഡാമിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തുന്നുണ്ട്. ഇതൊരു ചെക്ക് ഡാമാണ്. ഈ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം ഇടുക്കിയിലെ മെയിൻ ഡാമിലേക്ക് എത്തിക്കുന്നത് ഒരു ടണൽ വഴിയാണ്. ഈ ടണലിലാണ് ഇനി നമ്മൾ പോകുന്ന വേറെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അഞ്ചുരുളി എന്ന് പറയുന്ന ടണലിന് സമാനമായ ഒരു ചെറിയ ടണലാണ്. ഇത് വാഗമണിലാണ് ഉള്ളത്. ഈ ചെക്ക് ഡാമിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചെക്ക് ഡാമിലുള്ള വെള്ളമാണ് ആ ടണൽ വഴിയാണ് ഇടുക്കിയിലെ മെയിൻ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഉളുപ്പുണിയിലെ 2 പീക്ക് പോയിന്റുകൾ ഇവിടെയുണ്ട്. രണ്ടും ഓരോ മൊട്ട കുന്നുകളുടെ ടോപ്പ് ഭാഗമാണ്. അതിലെ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ ഇനി അടുത്ത ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അങ്ങ് ദൂരെ ആ കുന്നിൻ്റെ മുകളിൽ ജീപ്പ് നിൽക്കുന്ന കാണാൻ പറ്റും. അതിൻ്റെ ടോപ്പ് പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ജീപ്പ് ഈ പീക്ക് പോയിന്റിൽ നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒരു ജീപ്പ് അടുത്ത പീക്ക് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് വാഗമണിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാൽ അതിമനോഹരമായ മൊട്ടക്കുന്നുകൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഇടുക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പോകുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അഞ്ചുരുളി ടണലിന് സമാനമായ ഒരു ടണലും അവിടെ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവുമുണ്ട്. അത് കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. വാഗമണിലെ ടണലും വെള്ളച്ചാട്ടവുമുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള പാറക്കെട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ താഴെ നമുക്ക് ചെല്ലാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റും. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ടണലിനടുത്തേക്കാണ്. ഈ നടന്നു വരുന്നവരെല്ലാം വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ മറു സൈഡിലാണ് ടണലുള്ളത്. അഞ്ചുരുളി ടണലിന് സമാനമായ ഒരു ചെറിയ ടണലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ചെക്ക് ഡാമിൽ നിന്നും ഇടുക്കി മെയിൻ ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു ടണലാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വാഗമണ്ണിലെ സൂയിസൈഡ് പോയിന്റിലാണ്. ഇതാണ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് പ്ലേസ്. ഇവിടെ നമ്മുടെ ട്രക്കിങ് അവസാനിച്ചിരിക്കുകയാണ്. ഈ സൂയിസൈഡ് പോയിൻ്റ് വാഗമൺ ടൗണിനോട് ചേർന്ന് തന്നെയാണ്. ഇനി നമ്മൾ തിരിച്ച് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ യാത്രയുടെ നെക്സ്റ്റ് ഡേ നമ്മളിനി പോകാൻ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൃഷി സംബന്ധമായ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രേക്ഷകർ എൻ്റെ ട്രാവൽ വീഡിയോയും അംഗീകരിക്കും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെയുള്ള നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.